പറവൂരിൽ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട് എറണാകുളം DCC ജനറൽ സെക്രട്ടറി MJ രാജു സീറ്റ് ചോദിച്ച് KPCCക്കും AICCക്കും MJ രാജു നൽകിയ കത്തിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. സീറ്റ് ലഭിച്ചില്ലെങ്കിൽ വിമതനായി മത്സരിക്കുമെന്ന മുന്നറിയിപ്പുമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് പറവൂരിലെ സിറ്റിംഗ് MLA. പറവൂർ കോൺഗ്രസിലെ വിഭാഗീയതയാണ് MJ രാജുവിന്റെ നീക്കത്തിന് പിന്നിലെന്നാണ് സൂചന. MK ശുക്കൂർ ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. ശുക്കൂർ, പ്രതിപക്ഷ നേതാവിന്റെ സീറ്റാണ്, എന്തായാലും അത് നൽകാനുള്ള സാധ്യതയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആവശ്യം അദ്ദേഹം ഉന്നയിച്ചത്? ജീന, സംസ്ഥാനത്തെ കോൺഗ്രസ് കഴിഞ്ഞ തവണ വിജയിച്ച 2 സീറ്റിലൊഴിച്ച് എല്ലായിടത്തും സിറ്റിംഗ് MLAമാർ തന്നെയാണ് സ്ഥാനാർത്ഥി. ഇക്കാര്യത്തിൽ 2 വ്യത്യാസമുള്ളത് തൃപ്പൂണിത്തുറയിലും അതുപോലെ തന്നെ പാലക്കാട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ മറിച്ചൊരാൾ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത. എറണാകുളം DCC ജനറൽ സെക്രട്ടറിയും ദീർഘകാലം പറവൂരിലെ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റുമായിരുന്ന MJ രാജുവാണ് പറവൂരിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് AICCക്കും ഒപ്പം തന്നെ KPCCക്കും ഒരു നിവേദനം നൽകിയിരിക്കുന്നത്. അതിനകത്ത് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് പറവൂരിലെ ഏതാനും നേതാക്കൾ കൂടി ഒപ്പുവെച്ചിട്ടുണ്ട്. പറവൂരിലെ കോൺഗ്രസിന്റെ പോഷക സംഘടനാ നേതാക്കളാണ് പ്രധാനമായും ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അദ്ദേഹം ദീർഘകാലമായി തന്റെ സംഘടനാ പാരമ്പര്യം, പ്രവർത്തന പാരമ്പര്യം അതിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം തനിക്ക് അർഹതപ്പെട്ട ഒരു സീറ്റാണ് പറവൂർ, അതുകൊണ്ട് പറവൂരിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയമായി സാമാന്യ ധാരണയുള്ളവർക്കെല്ലാം തന്നെ അറിയാം, പറവൂരിൽ ഒരു കാരണവശാലും പ്രതിപക്ഷ നേതാവല്ലാത്ത മറ്റൊരാളെ കോൺഗ്രസ് പരിഗണിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി കലഹിച്ച് അദ്ദേഹം പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് സൂചന. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ഇടഞ്ഞു നിൽക്കുന്ന ചില ആളുകളുടെ പിന്തുണ കൂടി അദ്ദേഹത്തിനുണ്ട്. നേരത്തെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ സ്ഥാനാർത്ഥിത്വത്തിനായി അദ്ദേഹം ശ്രമിക്കുകയും അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകാൻ കഴിയാതെ വരികയും ചെയ്തിരുന്നു. ഇതിലുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ ഒരു വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത് വരാൻ ശ്രമിക്കുന്നതിന് പിന്നിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ശുക്കൂർ, ഏതെങ്കിലും തരത്തിൽ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് അനുനയ ശ്രമം ഈ വിഷയത്തിൽ നടക്കുന്നുണ്ടോ? ഇക്കാര്യത്തിൽ അദ്ദേഹത്തോട് ഒരു അനുനയ ശ്രമത്തിന് നേതൃത്വം തയ്യാറല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. DCCയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില നേതാക്കളുമായി ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും അത്തരത്തിലുള്ള നീക്കങ്ങളെ വെച്ചു പൊറുപ്പിക്കാനാവില്ല. പ്രതിപക്ഷ നേതാവിനെ